ഞാൻ ശ്രീ രാജു പി നായരിലേക്ക്. ശ്രീ രാജു പി നായർ, അങ്ങേക്ക് തുടരാം. ശരി അരുൺ, ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ഗുരുതരമായൊരു പ്രശ്നം പരിഹരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇന്ന് ആ മുനമ്പത്ത് വന്നിരിക്കുകയല്ലേ? ആരെങ്കിലും ഒരാൾ ഈ വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു സംഘടന അതിൽ ഒരു സമരത്തിനോ മറ്റൊരു പ്രക്ഷോഭത്തിനോ പോയിട്ടുണ്ടോ? എല്ലാ മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് യാതൊരു ഇതുമില്ല, കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കരുത് എന്നുള്ള നിലപാടിൽ നിൽക്കുന്നു. ഒരു വ്യത്യസ്ത ശബ്ദം വന്നപ്പോൾ അതിനെ തള്ളിക്കളയാൻ പോലും അവിടെ നേതൃത്വം ഉണ്ടായിരുന്നു. നോക്കൂ, ഇവിടെ ഇതൊരു വഖഫ് അല്ലാതെ സ്ഥാപിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളുണ്ടായിരുന്നു. ഫാറൂഖ് കോളേജ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ തന്നെ ഇതിന് പണം വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നതോടുകൂടി തന്നെ വഖഫ് എന്ന് പറയുന്ന സാങ്കത്യമില്ലാതെയായിരിക്കുന്നു. പക്ഷേ അത് സ്ഥാപിക്കാൻ സാധിക്കൂ. ഞാനതാ പറഞ്ഞു വരുന്നത്. ഇത്രയും അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഇന്ന് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വെക്കുന്നു. ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ട് സർക്കാർ എന്താ പറയുന്നത്? ഇവർക്ക് എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും സ്ഥാപിച്ചു കൊടുക്കും. അപ്പോൾ ഇത് സ്ഥാപിച്ചു കൊടുക്കാൻ കഴിയുന്ന അധികാരങ്ങളും അവകാശങ്ങളുമാണെന്ന് സർക്കാരിന് ബോധ്യമുണ്ട്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ റെലവൻസ്? എന്താ ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ റെലവൻസ് തന്നെയല്ലോ. അപ്പോൾ ഇത് പരമാവധി നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ളൊരു രാഷ്ട്രീയ താല്പര്യമുണ്ട്. ഇത് ആദ്യം മുതലുണ്ടായിരുന്നു. ഇവിടെ പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്തിയല്ലോ. പ്രതിപക്ഷ നേതാവ് കാര്യം പഠിച്ചിട്ടില്ല എന്നാണല്ലോ പറഞ്ഞത്. ഈ സമൂഹത്തോട് ഇത് അനിസ്ലാമികമാണെന്നും ഇത് വഖഫ് അല്ലെന്നും വിളിച്ചു പറഞ്ഞത് പ്രതിപക്ഷ നേതാവല്ലേ? ഒക്ടോബർ 3 തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി വാ തുറന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒക്ടോബർ 3 ചെറായിൽ വെച്ച് പൊതുയോഗം വിളിച്ചുകൂട്ടി. അവിടെ വെച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു, ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം. ഈ കേരളത്തിലെ മുഴുവൻ മുസ്ലിം സമുദായങ്ങളും നിങ്ങൾക്കെതിരായിട്ട് നിൽക്കില്ല, ഒരാൾ പോലും നിൽക്കില്ല, അവർ നിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ ക്രൈസ്തവ നേതാക്കന്മാരെ കണ്ട് ആ പ്രശ്ന പരിഹാരത്തിന് വേഗത വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചു. ഇതുപോലെ ഈ പ്രശ്നം പരിഹരിക്കാൻ അനുകൂല സാഹചര്യം വഖഫ് ബോർഡല്ലേ ആ തീരുമാനം എടുക്കേണ്ടത്? ശ്രീ രാജു പി നായർ, വഖഫ് ബോർഡ് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയല്ലേ? അത് വഖഫ് ബോർഡിന് തോന്നണമെങ്കിൽ നവംബർ 3 വഖഫ് ബോർഡ് ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഒന്നുകൂടി വായിച്ചാൽ മതി. അദ്ദേഹം പറഞ്ഞതിനെല്ലാം അവസാനം പറഞ്ഞു, അല്ല എങ്കിൽ സർക്കാരിന്റെ തീരുമാനം ഉണ്ടാവണം. എന്തുകൊണ്ട് സർക്കാർ തീരുമാനിക്കുന്നില്ല? ഇവിടെ ഇത്രമാത്രം വലിയ വിഷലിപ്തമായ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സർക്കാരും CPM-ഉം എന്തുകൊണ്ട് കൈകെട്ടി നിന്നു ഇത്ര ദിവസം? അവരുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത്? ഒക്ടോബർ 3 പ്രതിപക്ഷ നേതാവ് അവിടെ ചെന്നല്ലോ. ആ പ്രശ്നങ്ങൾ മുഴുവൻ പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവന്നല്ലോ. വഖഫ് ഭേദഗതി ബില്ലിന്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള സാങ്കേതികത്വത്തിലേക്ക് കടക്കുകയല്ല. എങ്കിലും എൻ്റെ ഒരു ചോദ്യം ഇത് അറിയാൻ വേണ്ടിയാണ്. ഒന്ന്, ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞാൽ അത് വഖഫ് ബോർഡ് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ആ നിമിഷം മുൻ ആധാരങ്ങൾ പോലും അസാധുവാകുന്ന സാഹചര്യം ഉണ്ടാവില്ലേ? കാരണം ഇത് മിച്ചഭൂമിയായി കണക്കാക്കപ്പെടും. ഇത് വഖഫ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ 1950 ഈ സിദ്ദീഖ് സേട്ട് ഫറൂഖ് കോളേജിന് എഴുതി കൊടുത്ത ആധാരം ഒരു അസാധുവായി വരും. കാര്യം അതൊരു മിച്ചഭൂമിയായി കണക്കാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെ മിച്ചഭൂമിയായിട്ട് കണക്കാക്കിയാൽ അതിനുശേഷം നടന്നിരിക്കുന്ന ആധാരങ്ങളെല്ലാം 1987 ശേഷം നടന്നിരിക്കുന്ന ആധാരങ്ങൾ വലിയ അടിസ്ഥാനരഹിതമാവും. അങ്ങനെ വരുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടില്ലേ? അതുകൂടി ഈ ജുഡീഷ്യൽ കമ്മീഷൻ പരിഹരിച്ചാലോ? അരുൺ അതുമൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മുഴുവൻ റെഗുലറൈസ് ചെയ്യാൻ റവന്യൂ വകുപ്പ് തീരുമാനിച്ചാൽ മാത്രം മതി. അരുൺ എന്താ പറയുന്നത്? ഈ പറയുന്ന രേഖകളെല്ലാം കറക്റ്റ് ചെയ്യാൻ ഇനി എല്ലാവരും കോടതിയിൽ പോകണമെന്നാണോ? അല്ലല്ലോ. സർക്കാരിന് തീരുമാനമെടുത്ത് റവന്യൂ ഭൂമിയെ അല്ലെങ്കിൽ അവിടെയുള്ള ആധാരങ്ങൾ റെഗുലറൈസ് ചെയ്യാൻ തീരുമാനമെടുത്ത് ഉത്തരവിറക്കാം. ഒരാളും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ അതിനെല്ലാം പരിഹാരമുണ്ട്. ഇവിടെ ലക്ഷ്യം 2 ആണ്. അല്ല അരുൺ, ഞാൻ ഇതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം കൂടി പറഞ്ഞു. 2 ലക്ഷ്യമാണ്. ഒരു നിമിഷം മറുഭാഗത്ത് രാഷ്ട്രീയാരോപണത്തിന് മറുപടി നൽകാൻ CPM ഇല്ലാത്തത് കൊണ്ട് അങ്ങ് ഒഴിവാക്കുക. കാര്യം സാങ്കേതികമായിട്ടുള്ള വിഷയം നമ്മൾ ചർച്ച ചെയ്തു. അതിലൊരു അല്ലല്ല എനിക്ക് അല്ല, പക്ഷെ രാഷ്ട്രീയ ആരോപണം അദ്ദേഹം ഉന്നയിച്ചല്ലോ. ഇവിടെ അതാ പറയുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ 2 തരത്തിൽ പ്രീണിപ്പിക്കൽ നടക്കുകയാണ്. ഒന്ന്,
ന്യൂനപക്ഷങ്ങൾ എന്നുള്ള രീതിയിൽ വഖഫിനെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ ഇത് ചെയ്യാൻ വേണ്ടി എന്നുള്ള രീതിയിൽ വഖഫിനെ കൊണ്ടെടുപ്പിച്ച തീരുമാനങ്ങളാണ് അച്യുതാനന്ദൻ മുതൽ ഇങ്ങോട്ടേക്കുള്ള സമയത്ത് എടുത്ത തീരുമാനം ഒരു ഭാഗത്ത് നിൽക്കുന്നു. രണ്ടാമത്തെ സമയത്ത് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ വഖഫ് ബോർഡ് ഭേദഗതി ബില്ലിന്റെ പശ്ചാത്തലത്തിൽ ഇസ്ലാമോഫോബിയ കത്തിച്ച് ക്രിസ്ത്യൻ സമൂഹത്തെ BJPയോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ഈ രണ്ട് ശ്രമവും നടത്തുന്നത് തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ള രാഷ്ട്രീയ തീക്കളിയിൽ Debate with Dr. Arun Kumar.